വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ദോശയും പിന്നെ ഇന്നലത്തെ ചട്നിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, മറ്റേ സൂര്യ നമസ്കാരവും ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ദോശയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഊണിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഇതിൽ കാണിച്ച പോലെ തന്നെ തമ്മനെയിൽ കണ്ട പോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു തനി നാടൻ ഊണ് കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചിരണ്ടുന്നത്. ഇത് ആ കോക്കനട്ട് സ്ക്രേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതിലാവുമ്പോഴത്തേല് എനിക്ക് കൈക്കൊക്കെ പ്രശ്നമുള്ളവർക്ക് അതിൽ തേങ്ങ ചിരണ്ടാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് കൈക്കധികം സ്ട്രെയിൻ വരത്തില്ല. എനിക്ക് ചിരകയിൽ ചിരണ്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ കൈക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഹസ്ബൻഡ് പറഞ്ഞത് വളരെ കുറച്ച് വെച്ചാൽ മതി എന്നാണ്. പക്ഷേ നമ്മൾ എത്ര കുറച്ച് വെച്ചിരുന്നിരുന്നാലും എങ്ങനെയല്ലേ, അത് കുറച്ച് നമ്മളൊക്കെ അധികമായി പോകും. അപ്പോൾ നാളെയാണ് എനിക്ക് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എത്ര കുറച്ചിരുന്നിരുന്നാലും കുറച്ച് വരും. അപ്പോൾ പാവയ്ക്ക ഫ്രൈയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഊണ്. മാമ്പഴം ഞാൻ ഇങ്ങനെ ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനതിങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് മുഴുവനേ ആയിട്ട് ഇങ്ങനെ മാമ്പഴം ഇട്ടിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ അങ്ങനെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ നന്നായിട്ട് ഞെരടി ഇതായിട്ടൊക്കെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് മാമ്പഴം കട്ട് ചെയ്തിട്ടിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പാവയ്ക്ക ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ മാമ്പഴവും ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാമ്പഴം ഒരു പാത്രത്തിലോട്ടിട്ട് ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിപ്പം ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മൺചട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് മാമ്പഴം, ഒരു പച്ചമുളക്, കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇതിന് എപ്പോഴും മാമ്പഴം ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട്, കുറച്ച് കറിവേപ്പിലയും ഇത്രയും ഇട്ടിട്ട് മാമ്പഴം നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് പക്ഷേ എൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ അടുത്ത് വെണ്ടയ്ക്കൊക്കെയുള്ള പരിപാടി നോക്കുകയാണ്. പാനൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ആദ്യം ഞാൻ എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോഴത്തേലും പറയാറില്ലേ, ആദ്യം നമ്മൾ സവാള, കറിവേപ്പിലയും പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം വെണ്ടയ്ക്ക ഇട്ടിട്ട് നമ്മളത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇതാക്കുക. അപ്പോഴേക്കും നല്ലതായിട്ട് വെണ്ടയ്ക്ക വരും. അതിലുള്ള ആ ഒരു ജെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് വറ്റിപ്പോയിക്കോളും. അപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഒരു 2 ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുള്ളി എന്ന് പറയുന്നത് സാമാന്യം തെറ്റില്ലാത്ത വലിയ ഉള്ളിയാണ്. അപ്പം അതും ഇത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണമായിരുന്നു അരയ്ക്കാൻ. ഞാൻ ഉലുവാപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ, അതുകൊണ്ട് അവസാനമാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ആ സമയം കൊണ്ട് ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്താ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ തൊണ്ട അടഞ്ഞതുപോലെ വല്ലാത്തൊരു ഹോസ് വോയിസ് പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം വന്നതാണ്. മീൻസ് എനിക്ക് റേഡിയേഷൻ കഴിഞ്ഞ് പിന്നെ എൻ്റെ ശബ്ദം ഇങ്ങനെ ആയിപ്പോയി. മീൻസ് ത്രോട്ടിനെ അതെന്തോ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ.
അപ്പോൾ ദേ നാളികേരം നന്നായിട്ട് അരച്ചെടുത്തത് ഈ മാമ്പഴം നന്നായിട്ട് വെന്ത ആ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം പാടില്ല, കുറച്ച് നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാനായിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം തൈരുണ്ടല്ലോ, തൈര് ഞാനത് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ, അപ്പോഴതങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി തണുക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിൽ അടുത്ത് മീൻ വറുക്കുവാണ് കേട്ടോ. മീൻ വറുക്കുന്നതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാലായിട്ട് നല്ല ഒരു മണവും കിട്ടും, നല്ല ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ആ കറിവേപ്പില മരത്തിൽ നിറച്ച് കറിവേപ്പിലയൊക്കെ കിട്ടിയപ്പോൾ ലാവിഷായിട്ട് കറിവേപ്പില കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ വെണ്ടയ്ക്ക പാകമായിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോഴേക്കും അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വെണ്ടയ്ക്കയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു പാനിൽ തന്നെ ഞാൻ അടുത്ത് പാവയ്ക്ക വറുക്കാനായിട്ടുള്ളത് ഫ്രൈ ചെയ്യാനായിട്ട് ഉള്ള എണ്ണ ഒഴിച്ചു. അപ്പോൾ പാവയ്ക്ക ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ച് നേരം എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ടാണ് ഞാൻ ബാക്കി കറികൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് പാവയ്ക്ക ഇന്നത്തേക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അത് ഫ്രൈ ചെയ്യാനായിട്ടിട്ടു കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്യാനിട്ടു. അപ്പോഴേക്കും നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് അത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഈ തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാറ്റില നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് കൈ കൊണ്ടും മറ്റുള്ള സ്പൂൺസ് കൊണ്ടും ഇങ്ങനെ നന്നായിട്ട് അതിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുന്നതിനും നല്ലതായിട്ട് കംപ്ലീറ്റ്ലി ഇത് വെച്ച് ഈ സ്പാറ്റില ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലായിട്ട് കംപ്ലീറ്റ് അകത്തുള്ള ഇതൊക്കെ ഇനി പോരും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിന് മാമ്പഴ പുളിശ്ശേരിക്ക് കടുക് പൊട്ടിക്കുകയാണ്. കടുക്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉലുവാപ്പൊടി ഞാൻ ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഉലുവാപ്പൊടി ഞാൻ ഇപ്പോഴാണ് ആ കടുക് പൊട്ടിക്കുന്നതിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കളറ് കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ഇട്ടില്ല. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഇതെല്ലാം കൂടി എനിക്ക് ചെയ്യാനായിട്ട് ഒരു 1.5 മണിക്കൂറേ ആകെ വേണ്ടി വന്നുള്ളൂ കേട്ടോ. മീൻസ് ഞാൻ ഈ ഊണിൻ്റെ പരിപാടികൾ മാത്രം, ഊണിൻ്റെ പരിപാടികൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകലുണ്ടാവുമല്ലോ. എപ്പോഴും നമുക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. അതിന് മുന്നേ ഞാൻ ഓരോന്ന് കഴുകി മാറ്റുന്നുണ്ടായിരുന്നു. അതിന് ശേഷം വന്ന പാത്രങ്ങളാണിത്. അപ്പോൾ ഈ പാത്രങ്ങൾ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ അടിച്ച് വാരി ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്കും ഒരു 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ടാസ്ക് ഒന്നൊന്ന് പറയാനില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നാടൻ ഊണൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചോറും അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്ഥിരം ഉള്ളത് തന്നെയാണ്. പിന്നെയും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻസ്, ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ചോറ്, മാമ്പഴ പുളിശ്ശേരി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പാവയ്ക്ക ഫ്രൈ, മീൻ വറുത്തത്, ഇത്രയും ആണ് ഇന്നത്തെ ഊണ്. പക്ഷേ ഞാനിതൊന്നും ഇപ്പോഴൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു 4 മണിയൊക്കെ ആയിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഡിന്നറും ലഞ്ചും കൂടി ഒരുമിച്ചാണ് എൻ്റെ കഴിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും
വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഗസ്റ്റിനെയൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ നാളെ തന്നെ ഇടാൻ പറ്റുമോ എനിക്ക് അറിയില്ല, കാരണം ഡിന്നറിനാണ് അവർ വരുന്നത്. നാളെ അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.